മരം. ഒരു 3 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രൂട്ട് ഉണ്ടാവാൻ തുടങ്ങി. കഴിഞ്ഞ വർഷം നിറച്ച് ഫ്രൂട്ടായിരുന്നു. ഇപ്രാവശ്യം കുറച്ച് കുറവാണ്. ഇതിന് മെയിനായിട്ട് ഈ തടിയുടെ മേലെല്ലാം ഒരു ചെറിയ ഒരു ഓട്ട പോലെ, അതിൻ്റെ ഉള്ളിൽ എന്തോ ഇൻസെക്ട്സ് കയറി ഓട്ടി ഉണ്ടാക്കണമെന്ന് പറയും. നമ്മൾ എന്താ പഠിക്കുന്നത്, ആ ഒരു തുരിശയ്ക്ക് പോലത്തെ ഒരു നീല കളറിലുള്ള ലിക്വിഡൊക്കെ കോപ്പർ സൾഫേറ്റ് വെച്ച് അടിച്ച് അവിടേക്കും ശരിയാവും. തിരിച്ചും വേറെ വേറെ സ്ഥലത്ത് ഓരോരോ പൊത്തുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഓരോ ഫംഗസ് പോലെ പുറത്തേക്ക് വരുന്നത്. എന്താ അസുഖമൊന്നും നമുക്കറിയില്ല. അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിനുള്ള അവക്കാഡോ അല്ല ബട്ടർ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം ഹെൽത്തി ഫുഡിൻ്റെ ഗണത്തിൽ പെട്ടതാണ്. എപ്പോഴും ഈ ഇതിന് അവക്കാഡോയ്ക്ക് ചെറിയ കുരു പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. ഇതിന് എന്തോ ഒരു ഇൻസെക്ട്സ് വന്നിട്ട് കുത്തിയിട്ട് ചെറുതായിട്ടൊരു ഇതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫ്രൂട്ടിനൊന്നും ഡാമേജ് ഒന്നും ആവാറില്ല. പക്ഷെ അത് കാണുമ്പോൾ ഒരു മയ ഉണ്ടാവില്ല. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് നല്ല ഗുണ്ടായി നല്ല മയമായിട്ടുണ്ടാവില്ലേ, ഞങ്ങളുടെയൊക്കെ ഇതേപോലെ ഒരു കുരു ഉണ്ടാവും. എൻ്റെ സ്കിന്നിൽ മാത്രം ഉള്ളിലേക്ക് വരില്ല. ഞാൻ ട്രാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ട്രാപ്പ് നിറച്ച് ഇൻസെക്ട്സാണ്, കുറച്ചൊന്നല്ല ഉള്ളത്. ഫ്രൂട്ടിൻ്റെ ഇതിന് പറ്റണ സാധനം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇൻസെക്ട്സിൻ്റെ പുതിയ മോഡലുള്ള ട്രാപ്പാണ്. അത്യാവശ്യം കിട്ടുന്ന പെട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നല്ല എന്താ പറയുക, മിൽക്ക് ഷേക്ക് ഇതൊക്കെ ഉണ്ടാക്കുക ഏറ്റവും റിച്ചാണത്. ചെറിയ പിഞ്ച് വീണ് കഴിഞ്ഞാൽ അത് എടുത്ത് ചട്നി ഉണ്ടാക്കും. അതും ബെസ്റ്റ് ടേസ്റ്റ് അതിന്. അവക്കാഡോയ്ക്ക് ഏറ്റവും നല്ലതാണ്. അധികം അരിയൊന്നും കൊഴിയില്ല. ഇതിൻ്റെ 3 തരം വെറൈറ്റി നമ്മുടെ വീട്ടിലുണ്ട്. ഇതിൻ്റെ വെറൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. വെറൈറ്റി ഹാസ് വെറൈറ്റി ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ഉള്ളത്. എല്ലാ ആൾക്കാരും കൂടുതലും വിളവ് കിട്ടും. 1 കിലോ 1 കിലോന് മേലെ വരും തൂക്കം എന്ന് പറയണ ഹാസ് വെറൈറ്റി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ 2 തരം വെറൈറ്റി കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു എന്തോ ഒരു പേരുണ്ട്, 97 ഓരോ നമ്പറൊക്കെയാണ് ഇപ്പോൾ അതിന് പറയണേ. അതധികം നമ്മൾ എഴുതി വയ്ക്കാത്ത കാരണം അതിൻ്റെ പേരൊന്നും അധികം അറിയില്ല. പക്ഷെ വലിയ ഒരു കേട് കൂടുതലില്ലാത്ത മരം അത്. ഇലയ്ക്കൊന്നും വലിയ കൂടുതൽ. ഇപ്പോൾ ഇതിന് മാത്രമേ, ഈ തടിക്ക് മാത്രമേ ഓരോ ഇങ്ങനെ കുത്തണ സ്വഭാവമുണ്ട്. എന്നാലും ഇപ്പോൾ അതുകൊണ്ട് തടി ഇതുവരെ ഉണങ്ങിയിട്ടൊന്നുമില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഇനി ഞങ്ങൾ പഠിച്ച് വരണം. ഇതാണ് ഇന്നത്തെ വ്ളോഗ് നമ്മുടെ. കണ്ടോ?